ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ശേഖരനും യാമിനി എന്തോ സംസാരിക്കുന്നത് കണ്ടുണ്ട് നമ്മുടെ പ്രതാപൻ വരുവാണ്. എന്താ ശേഖര, എന്താ സംസാരിക്കുന്നത്? അത് ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അതെ, ഇപ്പോൾ വേണുവേട്ടൻ വിളിച്ചിരുന്നു. രാജുവിന് എന്തെങ്കിലും? അയ്യോ, അതൊന്നും അല്ല. പിന്നെന്താ? രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി ചില പ്ലാനുകൾ നടക്കുന്നുണ്ട് അണിയറയിൽ. അത് കേട്ടിട്ട് പ്രതാപൻ പറയുക, കല്യാണം മുടക്കാനോ? അല്ല ശേഖര, ഇപ്പോഴും ഉണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ? ഇതിനൊന്നും വംശനാശം വന്നില്ലയോ? അതൊക്കെ പോട്ടെ, ആരായി കല്യാണം മുടക്കിയാണെന്ന് വല്ലതും അറിഞ്ഞോ? അത് ചേട്ടാ, ആ രുക്മിണിയും കൂട്ടരുക. അവരോട് മാന്യമായ രീതിക്ക് ഞാൻ പറഞ്ഞതാണല്ലോ, രാജീവിനോട്ട് ആ പെണ്ണുമായിട്ട് കല്യാണം വേണമെങ്കിൽ നടത്തിക്കോന്ന്. അത് കേട്ടിട്ട് യാമിനി പറയുന്നു, ചേട്ടാ, അതിന് രാജുവിന് ഇഷ്ടമല്ലല്ലോ രമ്യയെ. പിന്നെ എന്തിനാ ഇവർ രാജുവിൻ്റെ പുറകിന് ഇങ്ങനെ നടന്ന് അവൻ്റെ കല്യാണം മുടക്കാൻ നോക്കുന്നത്? യാമിനി, നീ ഒരു കാര്യം ചെയ്തേ, ആ രുക്മിണിയുടെ നമ്പർ എടുത്ത് വിളിച്ച് എൻ്റെ കയ്യിലോട്ടൊന്ന് താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശേഖരും യാമിനിയൊന്നും ഞെട്ടുന്നുണ്ട്. കാരണം രുക്മിണിയുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമല്ലോ. അപ്പോൾ പ്രതാപൻ എന്തുവായാലും രാജുവും രമ്യയായിട്ടുള്ള കല്യാണം നടത്തട്ടെ എന്ന് തന്നെ പറയത്തുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ യാമിനി പറയുക, അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശേഖര, പിന്നെ അല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചേട്ടാ, ഇനി ഋതുമോളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം മോളുടെ കല്യാണം മുടങ്ങിയതല്ലേ, ആ സ്ഥിതിക്ക് വേറൊരു കല്യാണം നടക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ചേട്ടാ, നമുക്ക് നാളെ തന്നെ ഋതുമോളുടെയും രാജുവിൻ്റെയും കല്യാണം നടത്തണം. ശേഖര, നീ എന്തുപോയി പറയുന്നേ? നാളെ തന്നെ കല്യാണം നടത്താനോ? ഇനി ഒരു പരീക്ഷണത്തിന് നമുക്ക് നിൽക്കണ്ട ചേട്ടാ, നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ശേഖര, അതൊക്കെ പ്രാക്ടിക്കലാകുന്ന കാര്യമാണോ? പ്രാക്ടിക്കലാകാൻ എന്താ ചേട്ടാ കുഴപ്പം? ചേട്ടൻ സമ്മതിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രതാപൻ അങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ശേഖര, നീ പറയുന്നത് തന്നെ ശരി. ഇങ്ങനെയൊക്കെയുള്ള ശത്രുക്കളെ നേരിടണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നീ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ, നമുക്ക് നാളെ തന്നെ കല്യാണം നടത്തിയേക്കാം. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രതാപൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ യാമിനിക്കും ശേഖരനും ഭയങ്കര സന്തോഷമാവുകയാണ്. ആ സമയത്ത് അമ്പലത്തിൽ പോയിരുന്ന ഋതികയും സരസ്വതി അമ്മയും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അവരങ്ങനെ വീട്ടിലെത്തിയിട്ടും ഋതിക കാറിൽ നിന്നിറങ്ങാതെ ഇങ്ങനെ വലിയ ആലോചനയിലാണ്. രാജുവായിട്ട് അന്നുണ്ടായ ഫേക്ക് മാരേജിനെ കുറിച്ച് അമ്മാമ്മയോട് പറയണമെന്നാണ് മീര ആൻറ്റി കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മീര ആൻറ്റി എൻ്റെ ഒരു നല്ല വെൽവിഷറാണ്. അത് തന്നെയുമല്ല, ഈ കാര്യങ്ങളൊക്കെ അമ്മാമ്മയോട് മറച്ചു വെക്കുന്നത് ശരിയല്ല. സരസ്വതി അമ്മ ചോദിക്കുന്നു, മോളെ, വീടെത്തിയിട്ട് നീ എന്താ ഇറങ്ങാതിരിക്കുന്നത്? മോൾ എന്തോ ചിന്തിച്ചോണ്ടിരുന്നേ? ഒന്നുമില്ല അമ്മാമ്മേ. അമ്മാമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ മോളെ? ഇതുവരെ ഞാൻ അമ്മാമ്മയോട് പറയാത്ത ഒരു കാര്യം. അതെന്ത് കാര്യമാ? ഞാനത് അമ്മാമ്മയോട് പറഞ്ഞോട്ടെ? ഞാൻ അറിയേണ്ട കാര്യമാണെങ്കിൽ മോള് ധൈര്യത്തെ പറഞ്ഞു. രാജുവും ഞാനുമായിട്ട് പണ്ടൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് ദീപക്കുമായി എൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പോൾ. ആഹാ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായോ? അപ്പോഴെൻ്റെ മോള് ജീവപര്യന്തം തടവിൽ നിന്ന് രക്ഷപ്പെട്ടതാണല്ലേ? ശരി, എന്തായാലും കേൾക്കട്ടെ. ദീപക്ക് കല്യാണം കഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഋതിക തന്നെത്താനെ ഒരു താലിമാല കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ വെച്ച് അംബിക നോക്കുമ്പോൾ ഋതികയുടെ കഴുത്തിൽ താലി കിടക്കുന്നവനോട്, ആരാടി നിന്നെ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഋതിക പെട്ടെന്ന് രാജുവിനെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അത് കേട്ട് രാജു അങ്ങ് ഞെട്ടിപ്പോയി. എന്നിട്ട് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് രാജുവായിട്ട് ഋതിക രാജുവിൻ്റെ വീട്ടോട്ട് പോകുന്ന വഴി രാജു ചോദിക്കുന്നുണ്ട്, ഈ താലി എവിടെ നിന്ന് കിട്ടി മാഡത്തിന്? അത് രാജുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. എൻ്റെ കയ്യിൽ നിന്നോ? അതെ, രാജുവിൻ്റെ കർച്ചീഫിലിരുന്ന താലിയാണ്, അതാ ഞാനെടുത്ത് കഴുത്തിൽ കെട്ടിയത് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഋതിക അങ്ങോട്ട് സരസ്വതി അമ്മയോട് പറയുവാണ്. സരസ്വതി അമ്മ അതെല്ലാം കേട്ടിട്ട് പറയുന്നു, എന്തായാലും മോളിതൊക്കെ എന്നോട് പറഞ്ഞത് നന്നായിപ്പോയി. ഈ രാജു ആരെയായി പേടിക്കുന്നത്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണോ അവന്? എന്തുവായാലും എൻ്റെ മോള് ഞാൻ വിചാരിച്ചത്ര മടയൊന്നും അല്ല. ബാ, നമുക്ക് പോകാം അകത്തോട്ട്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടോണ്ട് സരസ്വതി അമ്മ പറഞ്ഞു, ദാണ്ട മോളെ, രാജു വരുന്നുണ്ട്. രാജു, എന്താ എൻ്റെ മോൾക്കൊരു കുറവ്? രാജു അത് കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. ഇവളെ നേരത്തെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാത്തത് എന്തുകൊണ്ടാന്നാ ചോദിച്ചത്. അതും മേഡം. അവൻ്റെ ഒരു മേഡം വിളി. എടാ, നിൻ്റെയും മേഡം വിളിയില്ലേ ആരോ കൈവശം തന്നിരിക്കുവാണെന്നാ തോന്നുന്നത്. ഇനി മേലിൽ നീ എന്നെ മേഡം ഒന്ന് വിളിച്ചു പോയേക്കരുത്. അമ്മമ്മ, എൻ്റെ ഋതുമോൾ വിളിക്കുന്ന അമ്മമ്മേന്ന് അതുപോലെ തന്നെ നീയും വിളിച്ചാൽ മതി. അങ്ങനെ അവരെല്ലാവരോടും അകത്തോട്ട് വരുമ്പോൾ ശേഖരനും യാമിനിയും കൂടെ ചിരിച്ചോണ്ട് ചോദിക്കുന്നു, ആഹാ, വധൂവരന്മാർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോ? സരസ്വതി അമ്മ പറയുക, അനുഗ്രഹമൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷേ അത് വാങ്ങിക്കാൻ തയ്യാറാകണ്ടേ? വേതാളവും മോനും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ പ്രതാപനും വന്നിട്ട് പറയുന്നു, അമ്മേ, നമ്മൾ തീരുമാനിച്ചതുപോലെ ഇവരുടെ കല്യാണം നാളെയാണ് കേട്ടോ.
അത് കേട്ട് രാജു ഇങ്ങനെ കണ്ണും തുറച്ചിങ്ങനെ എല്ലാവരെയും നോക്കുവാണ്. അമ്മേ, മുഹൂർത്തം പറഞ്ഞില്ലല്ലോ, 10-നും 10:45 ഇടയ്ക്ക്. മറ്റുള്ളവരെ ഒന്ന് ക്ഷണിക്കേണ്ടെന്നാണോ ശേഖര അഭിപ്രായം? ചേട്ടാ, പഴമക്കാർ പറയുന്നത് ഒരു 3 ദിവസം മുമ്പെങ്കിലും വിളിക്കണമെന്നാ. ഇപ്പോൾ അതിനൊന്നും നേരമില്ലല്ലോ. ഒരു കണക്കിന് നല്ലതാ ശേഖര. കല്യാണത്തിന് ഒരുപാട് ആൾ വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. നാട്ടുകാർക്ക് നമ്മൾ മാതൃക കാട്ടിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കാണിച്ചു കൊടുക്കാൻ? സരസ്വതി അമ്മ പറയാ, നമ്മൾ മാത്രം മതി. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ മാത്രം മതി. പ്രതാപം പറയുക, അങ്ങനെയാണെങ്കിൽ രാജി വീട്ടിലോട്ട് പൊയ്ക്കോ. ചെറുക്കൻ്റെ വീട്ടുകാർക്കും ചെറിയ തയ്യാറെടുപ്പുകൾ വേണമല്ലോ. ഇതെല്ലാം അംബികയും മോനും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് കേട്ടോണ്ട് നിൽക്കുക. രാജു വീട്ടിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പം പ്രതാപം വീണ്ടും വിളിച്ചിട്ട് പറയുന്നു, രാജു, ഇനി നിനക്ക് ഡബിൾ റോളാണ്. അവിടുത്തെ കാര്യവും നോക്കണം, ഇവിടുത്തെ കാര്യവും നോക്കണം. എന്തിനു പറയുന്നു? ശ്വാസം വിടാൻ പോലും അംബികയുടെ അനുവാദം ചോദിച്ചിട്ടായിരുന്നു പ്രതാപൻ ചെയ്തുകൊണ്ടിരുന്നത്. അംബികയോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. വല്ലാത്ത ഇൻസൾട്ടായിപ്പോയി അംബികയ്ക്കും മകനും. അവരെ ആരും മൈൻഡ് ചെയ്ത പോലുമില്ല. അംബിക ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ദീപക്കിനോട് പറയുന്നു, ഈ കല്യാണം നടക്കത്തില്ല. അവൻ്റെ ഒരു പോക്ക് കണ്ടില്ലയോ? ആ സമയത്ത് രാജു ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ബൈക്കെടുത്ത് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ രുക്മിണിയുടെ വീട്ടിൽ ജ്യോത്സ്യൻ വന്നിരുന്ന് കല്യാണത്തിനുള്ള മുഹൂർത്തം തീരുമാനിക്കുവാണ്. രാധമ്മയാണെ ഇതിന് ദൈവത്തേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയയും ജയനുമൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. ജ്യോത്സ്യർ എന്തൊക്കെയോ മറിച്ചും തിരിച്ചും നോക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് രുക്മിണിയും രമ്യയും നിന്നങ്ങ് പ്രാർത്ഥിക്കുവാണ്. ജ്യോത്സ്യർ രാധമ്മയോട് ചോദിക്കുന്നു, ഞാൻ ഇതിനു മുമ്പ് ഒരു മുഹൂർത്തം കുറിച്ച് തന്നതല്ലേ, പിന്നെന്താ അത് മാറ്റിയത്? പെട്ടെന്ന് ജയൻ പറയാ, ചെറുക്കൻ്റെ ബന്ധുക്കളിൽ ഒരാളെ ഐസിയുയിൽ ചാകാൻ കിടക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് മുഹൂർത്തം മാറ്റാൻ നോക്കുന്നത്. ചെറുക്കൻ്റെ ആ ബന്ധു ചത്തുപോയാലേ ചെറുക്കന് പെലയുണ്ടാകുമല്ലോ. അപ്പം മുഹൂർത്തം വീണ്ടും നീണ്ടു പോവില്ലേ? അത് പാടില്ല. അതുകൊണ്ടാണ് നാളെ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാൻ ജ്യോത്സ്യരെ വിളിപ്പിച്ചത് എന്നൊക്കെ ജയൻ തട്ടിവിടുവാണ് കഥകൾ. ജ്യോത്സ്യർ നോക്കിയിട്ട് പറയുന്നത്, നാളെ നല്ല മുഹൂർത്തമില്ലല്ലോ. യോ, അങ്ങനെ പറയല്ലേ ജ്യോത്സ്യരെ എന്ന് രമ്യ കയറി പറയുക. ഈ കുട്ടിയുടെ അല്ലയോ കല്യാണം? അതെ, നാളെ നല്ല ദിവസം അല്ല. ഒരു മംഗളകാര്യത്തിനുള്ള മുഹൂർത്തം ഒന്നും കാണുന്നില്ല. ജയം പറയാ, അയ്യോ എൻ്റെ ജ്യോത്സ്യരെ, അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെങ്കിലും ഒരു മുഹൂർത്തം ഞങ്ങൾക്ക് ഒപ്പിച്ച് തന്നേ പറ്റൂ. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷന്. ജ്യോത്സ്യര പലകേരിങ്ങനെ കബഡിയൊക്കെ ഇട്ടിങ്ങനെ ഉരുട്ടുവാണ്. കബഡി അങ്ങനെ ഉരുട്ടി എണ്ണിപ്പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചിട്ട് ജ്യോത്സ്യർ പറയുന്നത്, ആ കിട്ടി, നാളെ ഒരു മുഹൂർത്തമുണ്ട്. 5 മിനിറ്റ് മാത്രമേ ഉള്ളത്. നാളെ രാവിലെ 11-നും 11:05-നും ഇടയ്ക്കുള്ള മുഹൂർത്തം കുറിച്ചോട്ടെ. ആ സമയത്തിനുള്ളിൽ താലികെട്ടി നടത്തിക്കണം. അത് ഞങ്ങൾ നടത്തും ജ്യോത്സ്യരെ. ജ്യോത്സ്യരങ്ങോട്ട് കുറിച്ചോ, ജയൻ പറയുക. അങ്ങനെ ജ്യോത്സ്യർ പഞ്ചാംഗമൊക്കെ നോക്കി മുഹൂർത്തമൊക്കെ കുറിക്കുന്നുണ്ട്. ആ സമയത്ത് രാധമ്മയുടെ മനസ്സിലൊരു വെപ്രാളവും ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. വേണുവേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് ആലോചിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുക. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നോർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ വിഷമിച്ച് രാജു അങ്ങോട്ട് കയറി വരുന്നത്. വേണുവേട്ടൻ പറയുക, ഞാൻ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. നാളെ രമ്യയും നീയുമായിട്ടുള്ള കല്യാണത്തിന് അവർ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുക. അയ്യോ അച്ഛാ, നാളെയോ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കൺട്രോളിലല്ല മോനെ. ഞാൻ സാധാരണ അച്ഛന്മാരെ പോലെ വെറും ഒരു കാളവണ്ടി മാത്രമായിരുന്നെന്ന് അച്ഛൻ ഇപ്പോഴാ മോനെ മനസ്സിലായത്. ഒരു ചുമട് താങ്ങി അല്ലെങ്കിൽ വെറും ഒരു കറിവേപ്പില. അച്ഛാ, ഞാനിപ്പോൾ എന്താ വേണ്ടത്? നീ എന്താ വേണ്ടത്? നീ തന്നെ ആലോചിക്കും മോനെ. ഇനി ഒരു കാര്യത്തിലും നിർബന്ധിക്കാൻ ഈ അച്ഛനിനി തയ്യാറല്ല മോനെ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം നീ ചെയ്. കാരണം മുന്നോട്ട് ജീവിക്കേണ്ടത് നീയാ. നിന്റെ സ്വാതന്ത്ര്യം നിന്റെ അവകാശമാണ്. അതിലൊന്നും ഇനി അമിതമായി കയറി ഇടപെടാൻ ഞാൻ തയ്യാറല്ല. ഒരു പിതാവിൻ്റെ സ്ഥാനത്തു നിന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ എൻ്റെ ശരികളാണ്. അതൊക്കെ നിനക്ക് ശരികളാകണമെന്നില്ലല്ലോ. അച്ഛാ, എൻ്റെ മനസ്സ് പതറുക അച്ഛാ. എന്തിനാ മനസ്സ് പതറുന്നത്? നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? നിനക്ക് ആലോചിക്കാനും തീരുമാനിക്കാനുമുള്ള കഴിവില്ലേ? വിവരമില്ലേ? വിദ്യാഭ്യാസമില്ലയോ? ഒരു വശത്ത് രമ്യ, മറുവശത്ത് ഋതിക മേഡം. രമ്യയുടെ കുടുംബ പശ്ചാത്തലം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കൊള്ളപ്പലിശക്കാരാണ്. ഉപകാരം ചെയ്യുന്ന പേരിലാണെങ്കിലും കണ്ടവരുടെ കണ്ണുനീര് വീഴുന്നതാണ് അവരുടെ സമ്പാദ്യം. എന്തിനേയും വിലയ്ക്ക് വാങ്ങിക്കുന്ന സ്വഭാവമാണവർ. നീ രമ്യയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ നിന്നെയും അവർ കെട്ടുവാണ് ഒരു വലിയ ആനത്തൊടലുകൊണ്ട്. നീ എൻ്റെ മകനായതുകൊണ്ട് എൻ്റെ സ്വഭാവവും എൻ്റെ സംസ്കാരവുമാണ് നിനക്ക്. അവരിട്ട് പൂട്ടുന്ന ചങ്ങലയിൽ കിടന്ന് നീ വല്ലാതെ വീർപ്പ് മുട്ടും. പക്ഷേ ഋതിക മേഡത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. വിവാഹ ജീവിതം അല്ലാഞ്ഞിട്ട് പോലും ആ കുട്ടി നിന്നോടൊപ്പം ജീവിച്ചവളാ. ആ കുട്ടിയുടെ കഴുത്തിൽ നീ ഒരു താലിച്ചരട് കെട്ടിയാൽ
അത് പവിത്രമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ കരാറുറപ്പടിയായിരിക്കും. ആ കുട്ടി നിന്നെ വിലയ്ക്ക് വാങ്ങിക്കുവല്ല മോനെ, സ്വന്തം പ്രാണവായുവിനെ പോലെ സ്നേഹിക്കുവാണ് നിന്നെ. പിന്നെ കാശും പണവും കുടുംബമഹിമയും പാരമ്പര്യവും ഒക്കെ അങ്ങ് മറന്നേരെ. അതുമാത്രമാണ് വർമ്മസാറിൻ്റെ കുടുംബത്തിൽ നിന്നല്ലേ സ്നേഹമല്ലേ മോനെ എല്ലാത്തിനേക്കാളും വലുത്. നീ നിൻ്റെ മനസ്സിൻ്റെ തുലാസിൽ വെച്ച് നീ ഒന്ന് തൂക്കി നോക്ക്, സ്നേഹം കൊണ്ട് ആർക്കാണ് കൂടുതൽ തൂക്കം കിട്ടുന്നതെന്ന്. എന്നിട്ട് അവരെ നീ നിൻ്റെ ജീവിത സഖിയാക്ക്. ഞാനിനി നിന്നോടൊന്നും പറയുന്നില്ല, ഒന്നും അടിച്ചേൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇനി എല്ലാം നിൻ്റെ ഇഷ്ടം, നിൻ്റെ മാത്രം ഇഷ്ടം. നല്ലതുപോലെ ആലോചിക്കും മോനെ എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ ആ റൂമിൽ നിന്ന് പോവുകയാണ്. രാജു ആകെ ധർമ്മസങ്കടത്തിലായി 2 കൈയും കൂപ്പി തലയ്ക്ക് വെച്ചോണ്ട് അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് രാധമ്മ അവൻ്റെ അടുത്തോട്ട് വരുവാണ്. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോട് മുൻപ് ചോദിച്ചതുപോലെ പ്രസവിച്ചതിൻ്റെ കൂലി ചോദിക്കുകയല്ല. പുക്കിൾക്കൊടി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയും മക്കളോട്ടുള്ള ബന്ധം തീർന്നെന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ലെന്നും എനിക്കറിയാം. എങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുക. രാധമ്മ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നിൻ്റെ അച്ഛൻ ഇപ്പോൾ എൻ്റെ ശത്രുവാണ്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാണെന്നാണ്. അങ്ങനെ കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ, എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ വേണുവേട്ടൻ ജനലിൽ കൂടെ കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. ഞാൻ അങ്ങേരോടൊപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ പെറ്റു വളർത്തി ജീവിച്ചതുമൊക്കെ. ഇല്ലായ്മയും വല്ലായ്മയൊക്കെ നിങ്ങളെ അറിയിക്കാതെ തന്നെ വളർത്തിയത്. പലപ്പോഴും പച്ചവെള്ളം കുടിച്ച് എൻ്റെ വിശപ്പ് ഞാൻ അടക്കിയിട്ടുണ്ട്. സാരി മുറുക്കി ഉടുത്ത് വിശപ്പിനെ അടക്കി നടന്നിട്ടുണ്ട്. ഒരു കാര്യത്തിനും ഒന്നിനും പരാതിയോ പരിഭവമോ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അച്ഛനോട് വഴക്കിട്ടിട്ടില്ല. ഒരു തരി പൊന്നോ എന്തിനു പറയുന്നു ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അങ്ങേർക്കതൊന്നും എനിക്ക് വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ വീട്ടിൽ ഒരു ദിവസം പോലും കഞ്ഞിക്കലത്തിൽ കഞ്ഞിയില്ലാതിരുന്നിട്ടുമില്ല. അതെന്താന്ന് വെച്ചാൽ ഞാനൊരു അമ്മയും ഒരാളുടെ ഭാര്യയും ആയതുകൊണ്ടാണ്. അങ്ങനെ മക്കളെയും ഭർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും പദം പറച്ചിലും ഒക്കെ കണ്ടിട്ട് രാജുവിനും സങ്കടമായി. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് കാര്യമുണ്ട് മോനെ, നീ എൻ്റേതുകൂടിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഈ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ഞാൻ രുക്മിണിക്ക് വാക്കുകൊടുത്തു. രമ്യയെ നീ കല്യാണം കഴിക്കുമെന്ന്. നാളെ നിൻ്റെ കല്യാണമാണ് മോനെ, നീ രമ്യയെ കല്യാണം കഴിക്കണം. അവസാനത്തെ പ്രയോഗം എന്ന പോലെ രാധമ്മ ഒരു പ്രയോഗം അങ്ങ് പ്രയോഗിക്കുവാണ്. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അമ്മയെയും അച്ഛനെയും ഒരുപാട് സ്നേഹിക്കുന്ന രാജുവിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. രാജു അച്ഛൻ പറഞ്ഞത് കേൾക്കുവോ, അമ്മ പറഞ്ഞത് കേൾക്കുവോ? കൊള്ളപ്പലിശക്കാരിയായ രുക്മിണിയുടെ മകൾ രമ്യയെ സ്വീകരിക്കുമോ? അതോ സ്വന്തം പ്രാണനെ പോലെ രാജുവിനെ സ്നേഹിക്കുന്ന ആ പാവം ഋതികയെ നാളെ കല്യാണം കഴിക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.